35,000 റേഞ്ചിൽ വരുന്ന ഒറിജിനൽ സിൽക്ക് സാരീസ് നമുക്കൊരു 2,500 റേറ്റിൽ കിട്ടുമോ? കിട്ടൂല. കാരണം ഒറിജിനൽ സിൽക്ക് സാരീസ് എപ്പോഴും വാല്യൂ അതുപോലെ തന്നെ റേറ്റ് ഉള്ളതായിരിക്കും. ഒരു 35 റേഞ്ചിൽ വരുന്നത് നമുക്കൊരു ഒറ്റ നോട്ടത്തിൽ ഒരു 2,500 നമുക്ക് കിട്ടും. പക്ഷെ അത് ഒറിജിനൽ ആയിരിക്കില്ല, സെമി സിൽക്ക് ആയിരിക്കും. എപ്പോഴും ഒറിജിനലിന് അതിൻ്റേതായ ഒരു എന്താ പറയുക ക്വാളിറ്റിയും അതുപോലെ തന്നെ ആ ഒരു സോഫ്റ്റ്നെസ്സും അതിൻ്റെ ആ ഒരു സെരി വീവിങ്ങിലൊക്കെ വരുന്ന ആ ഒരു ഡിഫറൻസ് കൊണ്ട് തന്നെയാണ് പ്യുവർ സിൽക്കും അതുപോലെ തന്നെ സെമി സിൽക്കും വേറിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ ഇതാ നോക്കിക്കോളൂ, ഈ രണ്ട് സാരിയിലും എന്താണ് തോന്നുന്നത്? ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ധന്യയാണ്. ധന്യക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ഇതിൻ്റെ റേറ്റ് ഒന്ന് പറയാൻ പറ്റുമോ? കാര്യം ഇത് 35,000 റേഞ്ചിൽ വരുന്ന സാരിയാണ്. ഇത് വന്നേക്കണം നിയർലി 2,000 ഉള്ളൂ. പക്ഷേ ഞാനത് പറയുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുന്നത്. ആകെ ഇത് രണ്ടും തമ്മിൽ സെരിയുടെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതൊരു ഗോൾഡൻ സെരിയാണ്, പക്ഷേ ഇതേ ക്വാളിറ്റിയിൽ തന്നെ ഈ ഒരു ആൻറ്റിക് സെറി വരുന്ന സാരീസും അവൈലബിൾ ആണ്. പക്ഷേ ഇത് വന്നിരിക്കുന്നത് സെമി സിൽക്കാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് സെമി സിൽക്ക് സാരീസിന് അതിൻ്റേതായ ഒരു എന്താ പറയുക ക്വാളിറ്റി അതിനായിരിക്കും ഉണ്ടാവുക. മീൻസ് നമുക്ക് പ്യുവർ സിൽക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ സെരി പാറ്റേണും അതുപോലെ തന്നെ വീവിങ് പാറ്റേണും അതിൻ്റെ ടെക്സ്ചറും അതുപോലെ തന്നെ അതിൻ്റെ പല പല ക്വാളിറ്റീസ് ഉണ്ടല്ലോ, അതിൽ രണ്ടും രണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. സെമി സിൽക്ക് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമ്മൾ വെയർ ചെയ്താലും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു എന്താ പറയുക നമ്മൾ വെയർ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അത് പ്യുവർ സിൽക്കാന്ന് തോന്നും, പക്ഷേ സെമി സിൽക്കായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സ്വന്തം നമ്മളെ ഫാമിലീസിലൊക്കെ വരുമ്പം ഇപ്പോൾ നമ്മളെ ഫാമിലി തന്നെ ഒരു വെഡ്ഡിങ്ങിൽ ഉണ്ടാകുമ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യണത് കുറച്ച് റേഞ്ച് കൂടിയത് ഒരു 10,000 എബോവ്. അതുപോലെ തന്നെ ഇപ്പോൾ അത്യാവശ്യം എല്ലാവരും പർച്ചേസ് ചെയ്യുന്നത് ഒരു 10,000 നിയർലി 20,000 എബോവിലൊക്കെ പർച്ചേസ് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ഒരാളുടെ ഒരു ഫിനാൻസ് ഇതനുസരിച്ചിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. പക്ഷേ ചിലർ ഒരു എന്താ പറയുക ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ നമ്മളെ കുറച്ച് ഒരു കസിൻ്റെ ഒക്കെ വെഡ്ഡിങ്ങിന് അധികം ഓപ്റ്റ് ചെയ്യുന്നത് ഒരു ഇൻ ബിറ്റ്വീൻ 2,000 to 5,000 റേഞ്ചിൽ വരുന്ന സെമി സിൽക്ക് സാരീസാണ്. എന്ന് വെച്ചാൽ ഒറ്റ നോട്ടത്തിൽ പ്യുവർ സിൽക്കിൻ്റെ ലുക്കായിരിക്കും അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് സിൽക്കിൻ്റെ ലുക്കായിരിക്കും. പക്ഷേ നമുക്കത് തൊട്ട് നോക്കിയാലും അത് നമ്മൾ നമ്മൾ ആ ഒരു എമൗണ്ട് പറഞ്ഞാൽ മാത്രമേ, ഇപ്പം ഞാൻ തന്നെ വെച്ച് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത്. നമ്മൾ വീഡിയോയിലും അല്ലെങ്കിൽ ഒരാൾ വേറെ ഇത് കാണുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് എത്ര രൂപയുടെയാണ്, എത്ര രൂപ അല്ലെങ്കിൽ എത്ര ക്വാളിറ്റി ഉള്ളതാണ് നമുക്ക് പറയാനേ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ എല്ലാവരും ചെറിയ റേറ്റിൻ്റെ ഒരു സിൽക്ക് സാരീസ് ആണെങ്കിൽ അത് വെയർ ചെയ്യുന്നത് വളരെ ട്രെൻഡി ആയിട്ടാണ് വെയർ ചെയ്യുക. അതിനനുസരിച്ചിട്ടുള്ള ഓർണമെൻറ്റ്സ്, കാരണം ഇപ്പം ഈ ഒരു എന്താ പറയുക ട്രഡീഷണൽ ടൈപ്പിൽ വരുന്ന ഓർണമെൻറ്റ്സ് ഒക്കെ ചെറിയ റേറ്റിലൊക്കെ നമുക്ക് ഓൺലൈനിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ആ ഒരു എന്താ പറയുക ട്രഡീഷണൽ ഒരു ടെമ്പിൾ ജ്വല്ലറി ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളൊരു 2,000 അല്ലെങ്കിൽ ഒരു 950 റേഞ്ചിൽ വരുന്ന ഒരു സാരി വെയർ ചെയ്ത് കഴിഞ്ഞാൽ അത്ര ലുക്കായിരിക്കും. ശരിക്കും പറഞ്ഞാൽ 20,000 സാരി വരെ അതിൻ്റെ പുറകിൽ നിൽക്കും. നമ്മൾ ആ സാരി എങ്ങനെയാണ് അതിനെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു 20,000 റേഞ്ചിൽ വരുന്ന ഒരു സാരി ജസ്റ്റ് അതിൻ്റേതായ രീതിയിലുള്ളൊരു ഓർണമെൻറ്റ്സും അതിൻ്റേതായ ഒരു പ്രസൻറ്റേഷൻ കറക്റ്റ് അല്ലെങ്കിൽ ആരും അത് പറയില്ല. ചിലർ പറയും ഈ റേറ്റിൻ്റെ ആണെങ്കിൽ എഴുതി ഒട്ടിക്കണം എന്നൊക്കെ പറയുമല്ലോ. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ സാരി ആണെങ്കിൽ ഏത് ഡ്രസ്സാണെങ്കിൽ നമ്മളതിനെ പ്രസൻറ്റ് ചെയ്യുന്ന പോലെ ഉണ്ടാവും അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു ഭംഗി. അപ്പോൾ ഞങ്ങളുടെ ലാവിസിൻ്റെ ഷോറൂമിൽ എല്ലാ റേഞ്ചിൽ വരുന്ന സാരീസും അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്യുവർ സിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്യുവർ സിൽക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ ഒരു 5,000 എബോ ആണ്. 5,000 to 1 lakh വരെയുള്ള പ്യുവർ സിൽക്ക് സാരീസ് നമ്മളെ ഷോറൂമിൽ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെമി സിൽക്കിൽ വേണമെന്നുണ്ടെങ്കിൽ 950 മുതൽ ഒരു 3,000 3,500 വരെ നല്ല അടിപൊളി കളക്ഷൻസ് സെമി സിൽക്കിൽ നമ്മളെ ഷോറൂമിൽ അവൈലബിൾ ആണ്. അത് മെയിനായിട്ട് വെഡ്ഡിങ്ങിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാനും അതുപോലെ തന്നെ ഇപ്പം ഗ്രൂമിൻ്റെ സൈഡിൽ നിന്ന് കസിൻസിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ആ ഒരു റേഞ്ചിൽ 2,000 3,000 ആ ഒരു റേഞ്ചിലാണ് എല്ലാവരും പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കൊണ്ടുവന്ന കുറേ കളക്ഷൻ ഉണ്ട്. പക്ഷേ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് എന്താ പറയുക പരിചയപ്പെടുത്തുവാണെങ്കിൽ ഇതൊക്കെ ഉണ്ടോ, ഇതെല്ലാം പുതിയതായിട്ട് വന്ന ഒരു 2,000 റേഞ്ചിൽ വരുന്ന സാരീസാണ്. അതിൻ്റെ എല്ലാം കളേഴ്സ് അവൈലബിൾ ആണ്. ഇതുണ്ട് നല്ല, ഇതൊക്കെ ശരിക്കും നമ്മളുടെ പ്യുവർ കാഞ്ചീപുരം അല്ലെങ്കിൽ പ്യുവർ സിൽക്ക് കാഞ്ചീപുരത്തിലൊക്കെ വരുന്ന ആ ഒരു പാറ്റേണിലാണ് ഇതൊക്കെ വീവിങ് പാറ്റേൺ വന്നിരിക്കുന്നത്. ഇത് നോക്കിക്കോളൂ, ട്രഡീഷണൽ ടൈപ്പിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര ട്രെൻഡി ആയിട്ട് എല്ലാവരും ചോദിക്കുന്നത് ഈ ഒരു വൈറ്റിലാണ്. ഓഫ് വൈറ്റിൽ പല പല കോമ്പിനേഷനിലായിട്ട് വരുന്ന ഇതിൻ്റെ ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതുണ്ടോ സിൽക്കിൽ, ആർട്ട് സിൽക്കിൽ വേണമെന്നുണ്ടെങ്കിൽ ആർട്ട് സിൽക്ക്, ഇതൊക്കെ ഒരു 2,000 റേഞ്ചിൽ വരുന്ന സാരീസാണ്. 2,000 3,000 4,000 ആ റേഞ്ചിലൊക്കെ വരുന്നത്. ഇതൊക്കെ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. പേസ്റ്റൽ ഷെയ്ഡ് വേണമെങ്കിൽ പേസ്റ്റൽ ഷെയ്ഡിലുണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ അങ്ങനെ വരുന്ന സാരിയാണ്.
ഇനിയിപ്പോൾ ഓഫ് വൈറ്റിൽ ഇപ്പോൾ എന്താണെന്നല്ല, നമ്മളിപ്പോൾ ലാസ്റ്റൊക്കെ വന്ന ബ്രൈഡൽ പാർട്ടീസൊക്കെ അവരുടെ കസിൻസിന് മീൻസ് പയ്യൻ്റെ അച്ഛൻ്റെ സിസ്റ്റേഴ്സ്, ഒരു 4 സിസ്റ്റേഴ്സ് ഉണ്ട്, 4 പേർക്ക് ഈ ഓഫ് വൈറ്റ് കോമ്പിനേഷനാണ് അവർ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഓഫ് വൈറ്റിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഗസ് ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് 4450 റേഞ്ചിൽ വരുന്ന സാരീസാണ് ഇതെല്ലാം. ഇതുണ്ട് അതിൻ്റെ കളേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇതൊക്കെ അതിൻ്റെ കളേഴ്സിൽ വരുന്നതാണ്. ഇതിൻ്റെ കോൺട്രാസ്റ്റാണ്. ഒരു സൈഡിൽ ഗോൾഡൻ ജെറിയാണ് ബോർഡർ വന്നിരിക്കുന്നത്, ഒരു സൈഡിൽ അതിന് ഡാർക്ക് പൂവൺ മീൻസ് ഡാർക്ക് കളർ ജെറിയിൽ ഗ്രീൻ ഡാർക്ക് ബോട്ടിൽ ഗ്രീനിൽ വരുന്ന പല്ലു. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതുണ്ടോ ഗ്രീനിൽ വരുന്ന ബ്ലൗസാണ്. നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ട് ട്രഡീഷണൽ ടൈപ്പിൽ വരാൻ നല്ലൊരു സാരിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതുണ്ടോ ആർട്ട് സിൽക്കിൽ വരുന്നത്, ഇതിൽ വരുന്നത് 2000 റേഞ്ചിൽ വരുന്ന സാരീസാണ്. ഇതിൽ സിംഗിൾ ഷെയ്ഡും വരുന്നുണ്ട്, അതുപോലെ തന്നെ കോൺട്രാസ്റ്റായിട്ടും വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കളക്ഷൻസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. ഇത് കണ്ടോ, ഇതൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വെഡ്ഡിങ്ങിന് എല്ലാവരും ഇപ്പോൾ ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്. ഇതുണ്ടോ അടിപൊളി. ഇതിൻ്റെ എല്ലാ കളേഴ്സ് എത്ര വേണമെങ്കിലും നമ്മളെ ഷോറൂമിൽ അവൈലബിൾ ആണ്. കോൺട്രാസ്റ്റ് ആയിട്ടാണ്. ഇതുണ്ടോ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കോമ്പിനേഷനാണ്. അതായത് ഒരു പേസ്റ്റൽ ലാവൻഡർ ഷെയ്ഡാണ് പല്ലു. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് പേസ്റ്റൽ ടിഷ്യൂവിൽ വരുന്ന പ്യുവർ ടിഷ്യൂ സെമി സിൽക്കാണ്. ഇത് പ്യുവർ സിൽക്കല്ല. ഇതുണ്ടോ ബോഡി ഫുള്ള് വന്നിരിക്കുന്നത് ഈ ഒരു കളർ കോമ്പിനേഷനിലാണ്. ഇതുണ്ടോ ഇതിൻ്റെ റേറ്റ് ഒന്ന് നിങ്ങൾക്ക് ഞാൻ ഈ 4-5 പീസ് പറയുമ്പോഴേക്കും ഒന്ന് ഗസ് ചെയ്യുമെങ്കിൽ നിങ്ങളൊന്ന് ഗസ് ചെയ്ത് വെച്ചോ ഇതിൻ്റെ റേറ്റ്. ധന്യ ഇത് സ്റ്റോക്ക് വരുന്ന സമയത്ത് ഉണ്ടായില്ല, ധന്യയും കൂടെ ഗസ് ചെയ്തോ, പറഞ്ഞോ. ഇത് വന്നിരിക്കുന്നത് ആർട്ട് സിൽക്കിലാണ്. ആർട്ട് സിൽക്കിൽ ഇതിൻ്റെ ഒത്തിരി കളേഴ്സ്, കോൺട്രാസ്റ്റ് ആണെങ്കിൽ അങ്ങനെയുണ്ട്, സിംഗിൾ ഷെയ്ഡിലാണെങ്കിൽ സിംഗിൾ ഷെയ്ഡിൽ അവൈലബിൾ ആണ്. ഇതൊരു പുതിയൊരു ടൈപ്പിൽ വരുന്ന മീൻസ് ഓഫ് വൈറ്റിൽ നമുക്ക് ഒത്തിരി എൻക്വയറി വന്നുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം കുറച്ചും കൂടെ ഓഫ് വൈറ്റിൽ ലൈറ്റ് വെയ്റ്റ് ആണ്. ഇതുണ്ടോ ഓഫ് വൈറ്റിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ബനാറസി സെറി വീവിങ് പാറ്റേണിൽ തോന്നും. പക്ഷേ ഇതിൽ റേറ്റ് വരുന്നത്, ഇതിൻ്റെ റേറ്റ് പറയാൻ പറ്റുമോ ഏകദേശം? പറഞ്ഞോ. 4000 അല്ല, 2950. 2950 വരുന്ന സാരിയാണ് ഇതെല്ലാം. ഇതുണ്ടോ ഓർഗൻസയാണ്, ബനാറസി ഓർഗൻസയിൽ വരുന്ന സാരിയാണ്. ഇതുണ്ടോ അടിപൊളിയല്ലേ? 2950 കോൺട്രാസ്റ്റാണ്, നല്ല ചോക്ലേറ്റ് ഷെയ്ഡ്. ഇനി അതിൻ്റെ നിങ്ങൾക്ക് കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതാ കളേഴ്സ് അവൈലബിൾ ആണ്. കോഫി ബ്രൗൺ, പിന്നെ അതുപോലെ തന്നെ നല്ല നേവി ബ്ലൂ വരുന്നുണ്ട്. ഇതിൻ്റെ ബോർഡേഴ്സും കൂടെ അങ്ങനെയാണ് വരുന്നത്, കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ബോർഡറാണ്. ഇതാ ലൈറ്റ് ഈ ഒരു കോമ്പിനേഷനിൽ വരുന്നുണ്ട്. ഇതിനെല്ലാം എത്ര പീസസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഡ്രസ് കോഡായിട്ടോ അതുപോലെ തന്നെ വെഡ്ഡിങ്ങിന്. കാരണം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു പേസ്റ്റൽ ഷെയ്ഡ്, കാരണം ഡാർക്ക് ഷെയ്ഡിന് അതിൻ്റേതായ ഭംഗി വേറെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഓഫ് വൈറ്റ് വിത്ത് കോൺട്രാസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ഗ്രീൻ എന്ന് പറയുമ്പോൾ ഗ്രീനിൻ്റെ കൂടെ ഒരു പേള് പ്ലസ് ഒരു പാലക്ക സെറ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ അടിപൊളി ലുക്കായിരിക്കും. സാധാരണ നമ്മൾ എപ്പോഴും സ്വന്തമായിട്ട് ചില ഐറ്റംസ് നിങ്ങൾ എന്താ പറയുക എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കില്ല. നമ്മളെ മൈൻഡിലുണ്ടാവും ഇന്നതിൻ്റെ കൂടെ ഇന്നതൊക്കെ ചെയ്യാമെന്ന്. പക്ഷേ നമ്മൾ ചെയ്യുന്നതിലും ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി, ഇപ്പോൾ ആരെങ്കിലും, ഞാൻ പേര് പറയുന്നില്ല, ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി നമ്മൾ മനസ്സിൽ കണ്ട ഒരു ഓർണമെൻറ്റ്സും നമ്മൾ കണ്ട കളർ കോമ്പിനേഷനായിരിക്കും അവരിട്ടിട്ടുണ്ടാവുക. അപ്പോഴായിരിക്കും നമുക്ക് തോന്നുക ഓ എനിക്കിത് ഇടാമെന്ന്. പക്ഷെ എപ്പോഴും ഞാൻ പറയുന്നത് സെലിബ്രിറ്റീസിനെ കോപ്പി ചെയ്യാതെ, ഇപ്പോൾ എല്ലാവർക്കും അവനവൻ്റേതായ പേജസ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ചിലപ്പോൾ ഒരു സെലിബ്രിറ്റീസിനേക്കാണ് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സും ലൈക്സും കിട്ടുന്ന പേജ് അവനവൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു സെലിബ്രിറ്റിയായി, നിങ്ങൾ വേറെ ഏത് ഐറ്റംസ് മറ്റുള്ളവർ കോപ്പി ചെയ്യട്ടെ. കാരണം നമുക്ക് പറയാൻ പറ്റില്ല, ഒരിക്കലും ഒരു സെലിബ്രിറ്റി വന്നിട്ട് പറയില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോൾ കേരളത്തിൽ എവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി ഇട്ട കോമ്പിനേഷനാണ് ഞാൻ ഇട്ടത് ആരെങ്കിലും ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇനി സപ്പോസ് ഇപ്പോൾ അവർ എന്താ പറയുക എവിടെയെങ്കിലും കണ്ട് കോപ്പി ചെയ്തതാണെങ്കിലും അവരിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ ആരെങ്കിലും അവരുടെ കോസ്റ്റ്യൂമിനെ പറ്റി പറയുമ്പോൾ അവരെന്താ പറയുക, ഏതെങ്കിലും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആ ഡിസൈനർ ചെയ്തു തന്നതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാര്യം ഞാൻ എൻ്റേതായ ഐഡിയയിൽ ചിലതൊക്കെ ചെയ്യും,
ചെയ്തിട്ട് ചെറിയൊരു റേറ്റ് ആയിരിക്കും. എന്നിട്ട് ഞാൻ വലിയ കാര്യത്തിൽ വലിയ ഷോപ്പിൻ്റെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ട്. അത് അധികം കോളേജിലൊക്കെ പഠിക്കുമ്പോഴാണ്. കോളേജിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അപ്പോഴല്ല ഭയങ്കര അവരെക്കാണെങ്കിൽ നല്ലത് ഇടണം എന്നൊക്കെ ഉള്ളൊരു ചിന്ത വരുമല്ലോ. അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ ചിറ്റയുടെയൊക്കെ സാരി കുറച്ച് ഡിസൈനർ ബ്ലൗസെല്ലാം ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ പുതിയ അതിനനുസരിച്ചുള്ള ഓർണമെൻറ്റ്സ്, എനിക്ക് കുപ്പിയോളം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ സാരിക്ക് അനുസരിച്ചിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇട്ടപ്പോഴെല്ലാവരും, അപ്പോൾ ആരും ഡ്രസ്സല്ല, ടോട്ടൽ ആ ഒരു പ്രസൻറ്റ് ചെയ്ത് ആ ടോട്ടലുള്ള ഭംഗിയാണ് നോക്കുക. അന്ന് ഞാൻ കുറച്ച് സ്ലിം, ഇപ്പോൾ തടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ എറണാകുളത്താണ് പഠിച്ചത്. അപ്പോൾ ഞാൻ വേഗം തന്നെ എറണാകുളത്തെ ഏറ്റവും വലിയ ബ്രാൻഡഡ് ഷോപ്പ്. അപ്പോൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞാൽ ഇത് ഇന്ന ഷോപ്പ് എന്നാണ്, ഇതിന് ഇത്ര വില എന്ന്. എല്ലാവരും വിശ്വസിച്ചു. കാര്യം അതുപോലെയാണ് ഞാൻ പ്രസൻറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ചെറിയ റേറ്റിൻ്റെ ആണെങ്കിൽ വലിയ റേറ്റിൻ്റെ ആണെങ്കിൽ നമ്മൾ സാരീസ് ആണെങ്കിൽ ഏത് ഡ്രസ്സാണെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ വളരെ നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുക. നമ്മൾ ക്വാളിറ്റി ആണോ അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് അതല്ല നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഒരാളൊരു ഡ്രസ്സ് വെയർ ചെയ്തിട്ട് വന്നാൽ, കാര്യം ഇപ്പം പൊതുവേ എന്നെ ഷോറൂമിൽ എന്നെ പരിചയമുള്ളവരെപ്പോഴും എന്നോട് ചോദിക്കുന്നത്, ഞാൻ വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന ഐറ്റംസാണ് ഞാൻ വെയർ ചെയ്യുക. മെയിനായിട്ടെന്ന് വെച്ചാൽ എനിക്ക് പൊതുവെ ഭയങ്കര ചൂടാണ്. അപ്പോൾ പ്യുവർ കോട്ടൺ ഐറ്റംസാണ് ഞാൻ ഇടാറ്. അപ്പോൾ നമ്മളെ ഷോറൂമിൽ തന്നെയുള്ള സിമ്പിളായിട്ട് വരുന്ന ടോപ്സ്, ചെറിയ റേഞ്ചിൽ വരുന്ന കോട്ടൺ ടോപ്സാണ് ഇടുക. അത്രയും റേറ്റ് ഉണ്ടോ? പക്ഷേ എല്ലാവരും വിചാരിക്കും എന്തായാലും ഷോപ്പിൻ്റെ ഓണറാണല്ലോ, അപ്പോൾ വലിയ ക്വാളിറ്റി വരുന്ന ബ്രാൻഡഡ് കോട്ടനാണ്. പക്ഷേ സിമ്പിളായിട്ട് വരുന്ന നോർമലായിട്ട് നമുക്ക് ബിലോ 1000 വരുന്ന ഒത്തിരി കുർത്തീസാണ് എൻ്റെ കളക്ഷൻസിലുള്ളത്. കാരണം എനിക്ക് വെയർ ചെയ്യാൻ കംഫർട്ടാണ്. പക്ഷേ ഞാൻ ആ കോട്ടൻ്റെ ആ ഒരു കുർത്തയാണെങ്കിലും ഞാനത് പ്രസൻറ്റ് ചെയ്യുന്നത് അതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു ഇയറിങ്ങും അത് നന്നായിട്ട് വാഷ് ചെയ്ത് നല്ല വടി പോലെ അയൺ ചെയ്ത് സെറ്റാക്കിയിട്ടാണ് ഞാനിടുക. അതിന് കറക്റ്റ് കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ മാച്ചിങ് ആയിട്ടുള്ള ബോട്ടംസൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെയാണ് സാരീസും. കാരണം ഇപ്പോൾ നമ്മളെ മാർക്കറ്റിൽ പണ്ടത്തെ പോലെയല്ല, റെപ്ലിക്കാസിൻ്റെ ഒരു ലോകമാണ് ശരിക്കും പറഞ്ഞത്. കാരണം എന്നെ കണ്ടിട്ട് തന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ട്, എൻ്റെ ആൻറ്റീനെ പോലെ ഉണ്ട്, നമ്മളെ നെയ്ബറിന് നിങ്ങളുടെ അതേ മുഖം. അപ്പോൾ മനുഷ്യൻ്റെ ഒരു റെപ്ലിക്ക ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ തുണികളുടെയൊക്കെ റെപ്ലിക്കാസ് ഇഷ്ടം പോലെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ കാണുന്ന പോലെ തന്നെ പല ഇതിലും ഇന്ന സെലിബ്രിറ്റി ഇട്ടതിൻ്റെ റെപ്ലിക്ക അതാ 950, അല്ലെങ്കിൽ ഇന്ന 3 lakhs ഇത്. ശരിക്കും ഞാൻ റെപ്ലിക്കാസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി അതിനുണ്ടാവും. പക്ഷെ നമ്മളത് വെയർ ചെയ്ത് ചിലപ്പം ആ ഒരു ആഡിൽ അവർ കാണിക്കുന്നത് ഒരു സെലിബ്രിറ്റി ഇട്ടിട്ട് ആ റെപ്ലിക്ക തന്നെ ഒരു സെലിബ്രിറ്റി ഇട്ട റെപ്ലിക്ക ആയിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര അതിശയവും, നമുക്ക് അത്ര ലുക്കായിരിക്കും. കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചെറിയ റേറ്റ് ആയിരിക്കും, പക്ഷെ അത് പ്രസൻറ്റ് ചെയ്ത രീതി വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് തന്നെ നോർമൽ ടൈപ്പിൽ, അതായത് സെമി സിൽക്കിൽ നിങ്ങൾ സാരി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിൽ പ്രസൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു 950 മുതൽ ഏത് റേഞ്ചാണോ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ റേഞ്ചിൽ വരുന്ന സാരീസ് ലാവീസിൻ്റെ ഷോറൂമിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ വ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പോയിൻ്റ് ചെയ്യുന്നത് ഒരു 10,000 എബോവ്, അതായത് ഒരു 1 lakh വരെയുള്ള സാരീസ് ആണെങ്കിൽ 1 gram ഗോൾഡും അതുപോലെ തന്നെ 2 gram ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വരുന്ന സാരീസ് നമ്മളെ ഷോറൂമിൽ അവൈലബിൾ ആണ്. അപ്പോൾ 2 ടൈപ്പ് ചോയ്സിലുള്ളവർക്കും നമ്മളെ ഷോറൂമിൽ അത്രയും കളക്ഷൻസ് അവൈലബിൾ ആണ്. എപ്പോഴും നമ്മൾ റെഡി ടു സ്റ്റോക്കായിട്ട് ഒത്തിരി കളക്ഷൻസ് എല്ലാ റേഞ്ചിലും നമ്മളെ ഷോറൂമിൽ വന്ന ആർക്കും വെറും കൈയോടെ പോകേണ്ടി വരില്ല. അത്രയും കളക്ഷൻസ്, ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള കളക്ഷൻസ് നമ്മളെ ഷോറൂമിൽ അവൈലബിൾ ആണ്. എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നതൊക്കെ ഹാൻഡ് പിക്ഡ് ആയിട്ട് വരുന്ന വെഡ്ഡിങ് സാരീസിൻ്റെ കളക്ഷനാണ്. ഒന്നിൻ്റെ ഒറ്റ പീസേ ഉണ്ടാവും. ഒന്നിൻ്റെ 10, 20, 15 കളേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഒരു ഡിസൈൻ്റെ ഒന്ന് മാത്രമേ ഉണ്ടാവും. അതിൻ്റെ ഒറ്റ കാരണം അത്ര ഹാൻഡ് പിക്ഡ് ആയിട്ട് വരുന്ന വെഡ്ഡിങ് സാരീസാണ് ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒത്തിരി കളക്ഷൻസ് നമ്മൾ ഷോറൂമിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഷോറൂമിലേക്ക് വരിക. നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, മറന്നല്ല നിങ്ങളെല്ലാവരും, തന്നെയും മറന്നു തോന്നുന്നു. ഈ ഒരു സാരീൻ്റെ റേറ്റ് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഇപ്പം ഞാൻ ഈ റെപ്ലിക്ക അതായത് പ്യുവർ സിൽക്കും സെമി സിൽക്കും വരുമ്പോൾ ഇങ്ങനെ ഒരു പീസും കൂടെ കാണിച്ചാലേ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. കാര്യം ഇത് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ടിഷ്യൂ, കാര്യം ഇപ്പോൾ ഏറ്റവും ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ടിഷ്യൂവിൽ വരുന്നത് ഇതുപോലെ ഇങ്ങനെ തിളക്കം തോന്നുന്ന വെഡ്ഡിങ് സാരീസാണ്. അധികം കോൺട്രാസ്റ്റ് ഡാർക്ക് ഷെയ്ഡായിരിക്കും. നമ്മളിപ്പോൾ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് കൊണ്ടുവന്നത്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, ബിലോ 10 ആണ്. വിശ്വസിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കിത് ബിലോ 10 മാത്രമാണ് വരുന്നത്. ഇത് ഒറിജിനൽ കാഞ്ചീപുരം ടിഷ്യൂ സിൽക്കിൻ്റെ റെപ്ലിക്ക സെമി സിൽക്കിൽ നമ്മൾ കൊണ്ടുവന്നാണ്. സപ്പോസ് ഇപ്പോൾ ഒരാൾക്ക്, ഇപ്പോൾ നമ്മളൊക്കെ കല്യാണം കഴിഞ്ഞ് ഇത്രയൊക്കെ വയസ്സായി, അപ്പോൾ നമുക്ക് ബ്രൈഡൽ സാരി തന്നെ ഇടുക എന്ന് പറഞ്ഞാൽ ഒരു 20-30 റേഞ്ചിൽ എന്തായാലും നമ്മൾ അത് യൂസ് ചെയ്യില്ല. ചിലവർ യൂസ് ചെയ്യും,
പക്ഷെ ഒരാൾക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനത്തെ ഒരു സാരി ഇടണം, പക്ഷെ ഒരു 20,000 എനിക്ക് ബെയർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ 10,000 താഴെ വരും നിങ്ങൾ പറയുന്ന സാരീൻ്റെ സെമി സിൽക്കിൽ നമ്മൾ അവൈലബിൾ ആക്കും. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡി സാരി ആരുടെയെങ്കിലും ഇപ്പം ഫാമിലിയിൽ ആരുടെയെങ്കിലും വെഡ്ഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ ഇതാ 8,500 ആണ്. 8,500-ന് ഈ ഒരു സാരി നമ്മളെ ഷോറൂമിൽ അവൈലബിൾ ആണ്. അപ്പം ആരും ഷോറൂം മറക്കണ്ട. കണ്ണൂരാണ്. കണ്ണൂർ തളാപ്പ് AKG ജംഗ്ഷനിലാണ് നമ്മളെ ഷോറൂം വന്നിരിക്കുന്നത്. മൺഡേ ടു സൺഡേ ഓപ്പൺ ആണ്. മോർണിംഗ് 9 to ഈവനിങ് 8 നമ്മളെ ഷോറൂം ഓപ്പൺ ആയിരിക്കും. എനി ടൈം ഏത് സമയം വന്നാലും ഞങ്ങളടുത്ത് ഒത്തിരി പ്യുവർ സിൽക്കും സെമി സിൽക്കിൻ്റെ സാരീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള വീഡിയോസ് ഞങ്ങൾ 3 പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്. ഈ 3 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഡെയിലി നമ്മളൊരു വീഡിയോ, ഒരു പ്രോഡക്റ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വൺസ് എപ്പോഴെങ്കിലും ദൂരത്തുള്ള കസ്റ്റമർ എപ്പോഴെങ്കിലും കണ്ണൂർ വരുവാണെങ്കിൽ, പറശ്ശിനിക്കടവോ എവിടെയെങ്കിലും വരുന്ന സമയത്ത് ജസ്റ്റ് നമ്മളെ ഷോറൂം ഒന്ന് വിസിറ്റ് ചെയ്ത് പോകണം. വെറൈറ്റി ഓഫ് കളക്ഷൻസ് നമ്മളെ ഷോറൂമിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.